സുഹൃത്തുക്കളെ, ലോകത്തെ ഏറ്റവും നിർണായകമായ എണ്ണ വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്കിൽ യുദ്ധകാഹളം മുടങ്ങുകയാണ്. ഇറാനെതിരായ ഇസ്രായേൽ സൈനിക നീക്കങ്ങളും അതിനോടുള്ള ഇറാൻ്റെ ശക്തമായ തിരിച്ചടിയും പശ്ചിമേഷ്യയെ ഒരു വൻ സ്ഫോടനത്തിൻ്റെ അരികിലെത്തിച്ചിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ജലപാത അടച്ചതോടെ ആഗോള എണ്ണ വിപണിയെയും ലോക സമ്പദ്വ്യവസ്ഥയും ഒരുപോലെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. എന്താണ് ഹോർമൂസ് കടലിടുക്ക്? ഒമാനും ഇറാനും ഇടയിലുള്ള ഇടുങ്ങിയ ജലപാതയാണിത്. വടക്ക് ഭാഗത്ത് ഇറാനും തെക്ക് ഭാഗത്ത് ഒമാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമാണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ അതിർത്തികൾ. ഈ ഇടുങ്ങിയ ജലപാത ലോകത്തിൻ്റെ ഊർജ്ജധമനി എന്നാണ് അറിയപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിലെ പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെ അറബിക്കടലുമായും ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഏക കടൽ മാർഗമാണിത്. ലോകത്തെ എണ്ണ വിതരണത്തിൻ്റെ കടൽ വഴിയുള്ള ഗ്യാസ് ടാങ്കറുടെയും ഏകദേശം 20% ഈ പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ പ്രദേശം അടച്ചുപൂട്ടുന്നത് പ്രതിദിനം 15 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുടെ വിതരണം തടസ്സപ്പെടുത്തുന്നു. സൗദി അറേബ്യ, UAE, ഇറാഖ്, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിക്ക് ഈ കടലിടുക്കിനെ മറികടക്കാൻ മറ്റ് പ്രായോഗിക മാർഗങ്ങളില്ല എന്നതും പ്രശ്നത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായതിനാൽ ഭൗമരാഷ്ട്രീയപരമായി ചോക്ക് പോയിന്റ് എന്ന് അറിയപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്കിൻ്റെ 33 കിലോമീറ്റർ സഞ്ചാരപാതയിൽ കപ്പലുകൾക്ക് കടന്നുപോകാൻ വെറും 3 കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ എണ്ണ ഉൽപ്പാദകരെ ലോക വിപണിയുമായി ബന്ധിപ്പിക്കുന്ന ഏക കടൽ മാർഗമാണിത്. ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രാധാന്യം ലോക സമ്പദ് വ്യവസ്ഥയുടെ ചക്രം തിരിയുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ പ്രവാഹത്തെ ആശ്രയിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതിക്കാരായ ഖത്തർ, സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾക്ക് എണ്ണ കയറ്റുമതിക്ക് മറ്റൊരു പാതയില്ലാത്തത് ഗുരുതരമായ പ്രതിസന്ധിക്ക് കാരണം. ഹോർമൂസ് കടലിലൂടെ കടന്നുപോകുന്ന എണ്ണയുടെ 75% ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് എത്തുന്നത്. അതിനാൽ ഇവിടെയുണ്ടാകുന്ന പ്രതിസന്ധി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില കുതിച്ചുയരാനും പണപ്പെരുപ്പത്തിനും കാരണമാകും. ഇറാന്റെ കരുത്തും സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ലോകത്തിലെ 4ാമത്തെ വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ. അതായത് ആഗോള ശേഖരത്തിൻ്റെ 9% ഇറാൻ കൈവശം വയ്ക്കുന്നു. നിലവിൽ പ്രതിദിനം 3.5 ദശലക്ഷം ബാരൽ ഉൽപ്പാദനമുള്ള ഇറാൻ US ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ ഉൽപ്പാദനം റെക്കോർഡ് നിലയിലേക്ക് ഉയർത്തിയിരുന്നു. ഇറാന്റെ ക്രൂഡ് ഓയിലിൻ്റെ 90% ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്. US ആക്രമണങ്ങൾ ഇറാന്റെ ഉൽപ്പാദനത്തെ ബാധിച്ചാൽ ചൈന മറ്റു രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ ശ്രമിക്കുന്നത് ആഗോളതലത്തിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. സൈനിക നടപടികൾക്ക് മുമ്പ് എണ്ണ വിപണിയിൽ ബാരലിന് $67 ക്രൂഡ് ഓയിൽ വില നിലവിലെ സാഹചര്യത്തിൽ ഇത് $90 അല്ലെങ്കിൽ $100 മുകളിലേക്കോ കുതിക്കാൻ സാധ്യതയുണ്ടെന്ന് റിസ്റ്റാർഡ് എനർജി പോലുള്ള സ്ഥാപനങ്ങൾ വിലയിരുത്തുന്നു. ഇത് വികസന രാജ്യങ്ങളിൽ പണപ്പെരുപ്പം ഉയർത്തുകയും ജനങ്ങളുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രതിസന്ധി മറികടക്കാൻ ഒപെക് രാജ്യങ്ങളും റഷ്യയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഹോർമൂസ് കടലിടുക്ക് ദീർഘകാലം അടഞ്ഞുകിടന്നാൽ ആ നീക്കങ്ങൾക്ക് ഫലം കാണില്ല. ഫെബ്രുവരി 28-ന് ഇസ്രായേൽ ടെഹ്റാനെതിരെ ആക്രമണം ആരംഭിച്ചതോടെയാണ് പശ്ചിമേഷ്യ യുദ്ധമുനമ്പിൽ എത്തിയത്. തൊട്ടു പിന്നാലെ അമേരിക്കയും നേരിട്ട് സൈനിക നീക്കങ്ങളും ആരംഭിച്ചു. ഇസ്രായേലും അമേരിക്കയും നടത്തിയ സൈനിക ആക്രമണങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കുടുംബവും കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെ ഇറാനും ആക്രമണം ശക്തമാക്കി. ഗൾഫ് മേഖലയിലേക്കും യുദ്ധം വ്യാപിച്ചു. തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുകയാണെന്ന് ഇറാൻ വ്യക്തമാക്കി. നിയന്ത്രണം ലംഘിച്ച് കടലിടുക്ക് വഴി കടന്നുപോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ വെടിയുയർത്തുമെന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേവലം ഒരു എണ്ണ ഉൽപ്പാദന രാജ്യം എന്നതിലുപരി ലോകത്തിൻ്റെ ഊർജ്ജ ഗതാഗതത്തെ ഒന്നാകെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള തന്ത്രപ്രധാനമായ സ്ഥാനമാണ് ഇറാൻ്റേത്. പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്ന ഒരു പൂർണ്ണ യുദ്ധം ആ മേഖലയെ മാത്രമല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന ഒരു മഹാമാന്ദ്യത്തിലേക്ക് നയിച്ചേക്കാം. ലോകത്തിൻ്റെ ഊർജ്ജ സുരക്ഷാ ഭൂപടത്തിലെ ഏറ്റവും നിർണായകമായ കണ്ണിയാണ് ഹോർമൂസ് കടലിടുക്ക്. അതുകൊണ്ട് തന്നെ ഈ ജലപാത അടച്ചുപൂട്ടുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ തടുക്കാനാവാത്ത ഒരു സാമ്പത്തിക സുനാമിക്ക് വഴിവെക്കുമെന്നതിൽ തർക്കമില്ല. അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടുകയും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തുകയും ചെയ്തില്ലെങ്കിൽ ആഗോള വിപണി അത്ഭുതപൂർവമായ ഒരു തകർച്ചയാകും അഭിമുഖീകരിക്കേണ്ടി വരിക.